സദസ്സിരിക്കുന്ന ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി ഗവൺമെൻറ് എത്തിച്ച ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് വിട്ടുപോയാലും അതങ്ങ് മനഃപൂർവ്വം ഒഴിവാക്കിയായിരുന്നു. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് വിളിച്ചിട്ട് BKP കണ്ടു പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200 ആഡ് ചെയ്ത ഡയറക്ടർ. ഞാൻ അങ്ങനെ ഡാൻസ് ചോദിക്കാൻ നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഒരുപാട് പരിശീലനം കിടക്കുന്നില്ല, ചാണകം കാര്യത്തിൽ എന്തെങ്കിലും ഒന്നും എന്നെ വിളിച്ചൂടെ, ചാണകം വൈകി തെങ്ങി കിട്ടാൻ നല്ലത് എന്തെങ്കിലും എടുത്ത് വരുന്നത് തോന്നിട്ട് അതൊക്കെ ഒരു സമയം വേണ്ടി എന്നൊരു വിഷയമൊക്കെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്ന് പറഞ്ഞ സിനിമയിൽ. ഗുലുമാല സിനിമയിൽ ഞാൻ വെച്ചാൽ ആഡ് ഡയറക്ടർ പടത്തിലേക്ക്. അപ്പോൾ മിക്കവാറും ഞാൻ നന്നായിരിക്കുന്നില്ല, ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ, ഈ പോൺസ് പൗഡർ ഇടും ഇങ്ങനെ കൊല്ലം പറയുക. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്ടർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിരുന്നു അന്നത്തെ കാലത്ത്. ആ പടം ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്തത്. പാടുമ്പോഴും നേരത്തെ മീര ജസ്റ്റിൻ പറഞ്ഞ വഴി നമ്മൾ സെറ്റിൽ സമയം പോയത് അതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിഷ സാരിയും കൂടെ ഉണ്ട്. നിഷ സാരിക്ക് 1-2 പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജൻ നിഷ സാരിയുടെ മകനായിട്ട് 2 പടങ്ങളായിരുന്നു. പക്ഷേ ഒരു സിനിമ പോലെ ഞങ്ങൾ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ട്. ഇത് എന്ന രീതി എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോകുന്നത്. ഒരു ബാല്യം വേണമെന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അധികം പറഞ്ഞിട്ട് രസങ്ങളായിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു പണ്ട് വളരെ പ്രശസ്തമായ നല്ല ഡയറക്ടറാണ് ഭീം സിംഗ് എന്നുള്ള ഡയറക്ടർ. നമ്മുടെ മനുഷ്യ സുകുമാരി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റിൽ ഭീം സിംഗ് സാറുണ്ട്. അപ്പം ഭീം സിംഗ് സാർ എടുക്കുന്ന പടങ്ങളൊക്കെ എല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ എടുക്കണം. പാവമിനിപ്പ്, പാർശ്വക്കാർ, പാടുകപ്പ്, പാലിപ്പഴവും എല്ലാം പാ വെച്ച് തുടങ്ങുന്ന പടം എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി ഗണേശൻ സാർ എല്ലാ പടങ്ങളും അവിടെ വെച്ചാൽ സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈ കെളിനേന്തി പവിഴവായി ഈ പാട്ട് പാടാത്ത ആൾക്കാര് തമിഴ് കേരളത്തിൽ തമിഴ്നാട് ഇന്ത്യയിൽ അർത്ഥം സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ പാലും പഴവുകൊണ്ട് ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഇൻസ്പിറേഷൻ ആണ് ചോദിച്ചു. അങ്ങനെയല്ല, ഇത് അതിന്റെ സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെ ഈ പടം ഈ പേരിട്ടിരുന്നത്. അപ്പൊ ഭീം സിംഗ് സാറിന്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആകുന്ന പാലും പഴവും സൂപ്പർ ഹിറ്റ് ആവട്ടെ. പ്രൊഡ്യൂസർ ഈ പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ് അദ്ദേഹം. ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ ഗ്ലാസ് ഇട്ടുണ്ട്, അധിക സമയം വന്നില്ല. പിന്നെ മാസ്ക് ഇട്ടുകൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് മുമ്പ് തമിഴിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ്, പൈസ തരാതിരിക്കാൻ വേണ്ടി. അയ്യോ ഹായ് ആഫ്രിക്കയിൽ പോകണം, അതിന് സർട്ടിഫിക്കറ്റ് നമുക്ക് പൈസ തയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. അതിന് ഇങ്ങോട്ട് നിങ്ങളുടെ സിമ്പതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ കാലൊക്കെ ശരിയായി. പടം നിർന്നപ്പോഴേക്കും ഇതൊക്കെ കഴിക്കാൻ പറ്റുമല്ലേ. അപ്പൊ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാ രാഷ്ട്രീയം എല്ലാവരും നല്ല സഹകരണമാണ് ഈ പടത്തിൽ. പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്യണമെന്ന് അറിയില്ല. എല്ലാം മഞ്ഞ എന്തായാലും മഞ്ഞ ഇടാറാവുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന പോയിട്ടില്ല. ആ ചോപ്പും നീല അതില്ലേ, വ്യത്യാസമില്ല.